സർ, നമ്മുടെ ഈ വനിതാ സംവരണ ബില്ല് ഭരണഘടനാ ഭേദഗതി സഭയിൽ വിജയിച്ചില്ലല്ലോ. അതിനെ തുടർന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ചു. അദ്ദേഹം ഒരു നാഷണൽ വരികയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് വലിയ പരാതി പറയുകയാണ്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വേദി അദ്ദേഹം ദുരുപയോഗം ചെയ്തു, കോൺഗ്രസിനെ കണക്കറ്റ് ചീത്ത പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുലും ഒക്കെ ഒരുപോലെ ഈ വിഷയം ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്താണ് സർ വാസ്തവം? ഈ പറഞ്ഞതുപോലെ ഒരു ദുരുപയോഗം പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് അത് നിശ്ചയിക്കേണ്ടത് അതാത് സർക്കാരാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ദേശത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്തിനാണ്? ദേശത്തിന് മുഴുവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണക്രമത്തെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ദേശത്തിന്റെ പുരോഗതിക്ക് തടസ്സം വരുന്ന എന്തോ ഒരു പ്രധാന കാരണം ഇവിടെ വന്നിരിക്കുന്നു. അതെനിക്ക് ജനങ്ങളെ അറിയിക്കണം എന്നുള്ളപ്പോഴാണ് അദ്ദേഹം ദേശത്തിനെ അഡ്രസ്സ് ചെയ്തത്. ഒരു വലിയ ദുരന്തമുണ്ടായി, അല്ലെങ്കിൽ നോട്ട് നിരോധനം പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു, കോവിഡ് പോലുള്ള പിന്നെ മഹാമാരികൾ വരുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധം വരുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം നാഷണൽ അഡ്രസ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസരത്തിൽ അദ്ദേഹം നാഷണൽ അഡ്രസ് ചെയ്തിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്നുള്ളത് മൂടി വെക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാരണം, ഞാൻ ഈ രാജ്യത്ത് ഇപ്പൊ 3ാം ടൈം ഭരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളിൽ മുഴുവൻ ഉന്നമനം വരണം. 2047 ഇന്ത്യ പുരോഗതി പ്രാപിക്കണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ താഴേക്കിടയിൽ നിൽക്കുന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവർ, SC ST വിഭാഗങ്ങൾ, OBC വിഭാഗങ്ങളിലൊക്കെ വലിയ ഉന്നമനം ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ കുറെ നാളായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എന്നെ അതിനേക്കാൾ ശക്തമായിട്ട് പിന്നെ മനസ്സിൽ തോന്നിയത്, മാറ്റം വരുത്തണമെന്ന് തോന്നിയത് 50% വരുന്ന നാരി ശക്തി സ്ത്രീകൾ, അവരുടെ ഉന്നമനം ഉണ്ടായില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ വികസന അജണ്ട, എനിക്ക് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അജണ്ട ആണ് ഞാൻ പാർലമെന്റിൽ ഈ നാരിശക്തി ബില്ലിൽ അധിനിയം വഴി നാരീശക്തി വന്ദൻ അധിനിയമം വഴി ഞാൻ ശ്രമിച്ചത്. വനിതാ സംവരണം കൊണ്ടുവരിക. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടായിട്ട് അവസാനം പറഞ്ഞ ഒരു കണ്ടീഷൻ, ഞങ്ങൾക്ക് ഈ ബില്ലിനെ അനുകൂലിക്കാം, പക്ഷേ ഞങ്ങൾ ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഈ സീറ്റ് വർധന ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 50% എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമാണ്, ഇതിനകത്ത് അവര് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ആ ഗൂഢലക്ഷ്യങ്ങളെക്കാൾ എനിക്ക് പ്രധാനം, ഞാൻ ഇന്ത്യയിലെ ജനങ്ങളിലെ 50% വരുന്ന നാരീശക്തിയുടെ ഉന്നമനത്തിനായിട്ട് ശ്രമിച്ചത് പരാജയപ്പെട്ടു. ആ പരാജയം നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കാൻ, അത് നമ്മുടെ രാഷ്ട്രത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് അറിയിക്കാനാണ്. എന്നിട്ട് അദ്ദേഹം മാപ്പൊക്കെ ചോദിച്ചു, മാപ്പ് വരെ ചോദിച്ചു. എന്നെ കൊണ്ട് സാധിച്ചില്ല. അപ്പോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് അദ്ദേഹം ദേശത്തിനോട് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അത് ഒളിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചട്ടലംഘനം നടത്തി. അദ്ദേഹം 59 പ്രാവശ്യം കോൺഗ്രസ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. നാരീശക്തി ബില്ലിനേക്കാൾ കൂടുതൽ അദ്ദേഹം 59 പ്രാവശ്യം കോൺഗ്രസിന് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. തീർച്ചയായിട്ടും വെട്ടിലാക്കിയത്. കാരണം 59 അല്ല 101 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ന്യായം ഈ ഒരു ഇന്ത്യക്ക് മൊത്തം ഗുണം വരുന്ന, ഇന്ത്യയിലെ 50% ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന, ഒരു എനർജൈസ് ചെയ്യുന്ന ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് ആക്കിയതിനെ കുറിച്ച് അതിന്റെ പ്രധാന ആള് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് 59 പ്രാവശ്യം അദ്ദേഹത്തിന് പറയേണ്ടി വന്നെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസ് പറയുന്നുണ്ട് നാളെ പാർലമെന്റ് കൂടി ഈ 543-ൽ 2 പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഞങ്ങൾ 33% അവിടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ പിന്തുണയ്ക്കും. പക്ഷെ അതെന്ത് ന്യായമാണ്? കാരണം കോൺഗ്രസ് ഇരുന്നപ്പോ ഈ 543-ൽ 39 സമ്മതിക്കാനായിട്ട് 33% സമ്മതിക്കാത്തത് കൊണ്ട് ബഹളം നടന്ന് പ്രശ്നമായി. ആ ബില്ലുകൾ 2 പ്രാവശ്യം മാറ്റിവെച്ച് അവസാനം
10ൽ പാസ്സാക്കിയത് പോലും നടപ്പിലാക്കാൻ കഴിയാതെ. അന്നും BJP അല്ല അതിനെ എതിർത്തത്. അല്ല, അന്ന് സമാജ്വാദി പാർട്ടിയും അതെ ലാലുവിന്റെ പാർട്ടിയും അവിടെ സ്ത്രീകൾ വന്ന് വിസിലടിക്കാനാണ്, ഈ കുറെ പെൺകുട്ടികൾ ഇതിനകത്ത് കയറി വിസിലടിക്കുകയാണ് ഇതിന്റെ ഫലം എന്നൊക്കെയാണ് അവരന്ന് വാദിച്ചത്. അതുപോലെ കഷം മുറിച്ച ബ്ലൗസ് ഇട്ട സ്ത്രീകൾക്ക് വരാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും വളരെ മോശമായിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വിധത്തിലാണ് അവർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് വലിയ പാർലമെന്റിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. അന്നൊരു SPയുടെ ഒരു ലീഡറിനെ നമ്മുടെ മമതാ ബാനർജി വലിച്ചെടുത്ത് തൂക്കി തറയിലടിച്ചു. വൃത്തികേട് പറഞ്ഞതിനും വനിതാ ബില്ലിന് എതിരായി നിന്നു. അന്ന് വനിതാ ബില്ലിന് അനുകൂലമായിട്ടാണ് മമത നിന്നത്. അപ്പൊ അവര് വരെ തൂക്കി തറയിലടിക്കുന്ന അവസരം. അതേ മമതയാണ് ഇന്ന് വനിതാ ബില്ലിനെ എതിർത്തുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇത് എന്നിട്ട് രണ്ടാമത് ഇതിനെല്ലാം പരിഹാരമായിട്ട് പൊതിഞ്ഞുണ്ടാക്കിയ സമവാക്യമാണ് 2023 നമ്മൾ 2 കാര്യങ്ങൾ. ഒന്ന്, വനിതാ ബില്ല് നടപ്പിലാക്കും, അതിന് സീറ്റുകൾ നമ്മൾ ഇതിനനുസരിച്ച് ആനുപാതികമായി വർദ്ധിപ്പിക്കും, 850 സീറ്റ് വരെ ആക്കും. എന്നിട്ട് അത് ഡീലിമിറ്റേഷൻ വരുമ്പം നടപ്പിലാക്കാമെന്ന് പറഞ്ഞു. ആ ഡീലിമിറ്റേഷൻ വഴി നടപ്പിലാക്കാമെന്ന് പറഞ്ഞത് സെൻസസിന്റെ കൂടെ റിസൾട്ട് വന്നിട്ടാണെന്നാണ്. പക്ഷെ സെൻസസിന്റെ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 2029 വന്ന് ഇത് പിന്നെ എഫക്റ്റിൽ വരുന്നത് 2036 അസംബ്ലിയിലായിരിക്കും, പാർലമെന്റിലായിരിക്കും ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും 10 വർഷം നീണ്ടു പോകേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് താൻ ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. അപ്പം ഇവിടെ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഒരു ക്ലോസ് ആണ്. അതിനെ പിന്നെ എങ്ങനെയാണ് മാറ്റി പറയാൻ കോൺഗ്രസിന് കഴിയുന്നത്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിരിക്കുകയാണ് ഡീലിമിറ്റേഷൻ കൂടെ വേണമെന്നുള്ളത്. ഇപ്പൊ അവർ മാറ്റി പറയുകയാണ്, നാളെ നിങ്ങൾ കൂടിയിട്ട് ഡീലിമിറ്റേഷൻ ഇല്ലാതെ തന്നാൽ ഞങ്ങൾ സമ്മതിക്കാം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഒന്നേ. അതുപോലെ സാർ, ആ ചർച്ചക്കിടയിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഈ ചർച്ച നടക്കുമ്പോൾ അമിത്ഷായോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴുള്ള അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ച 50% കാര്യം, അതായത് ഇപ്പോഴുള്ള സീറ്റുകളുടെ 50%, അങ്ങനെ ഒരു ആനുപാതികത്തിൽ സീറ്റുകൾ നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ? അതിന് ഭരണഘടനാ ഭേദഗതി വരുത്താൻ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അമിത്ഷാ ഉടൻ തന്നെ അത് അംഗീകരിച്ചു. അമിത്ഷാ പറഞ്ഞു, സ്പീക്കർ സാർ, ഞാനിത് അദ്ദേഹം പറഞ്ഞ അതേ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുകയാണ്, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്താം, അതിനുവേണ്ടി എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ആ 50% ആനുപാതികത്തിലേക്ക് നമുക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നടക്കുന്ന വലിയ ബഹളമാണ്. പിന്നെ അത് അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതെ. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ വനിതാ ബില്ലിനെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആഘോഷം നടത്തുകയാണ് കോൺഗ്രസ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് സാർ, അതായത് ഈ ആഘോഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായില്ല. ഇപ്പം ഞാൻ മാധ്യമങ്ങളിൽ കണ്ടൊരു കാഴ്ച പറയാം. അതായത് ഈ ബില്ല് പരാജയപ്പെട്ടു, ബില്ല് മോദി തോറ്റു എന്നെല്ലാം പറഞ്ഞ് ആദ്യത്തെ 2-3 മണിക്കൂറുകൾ ചർച്ച നടത്തിയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ, ഒന്നൊഴിയാതെ ഇപ്പോൾ നടത്തുന്ന ചർച്ച ആരാണ് തോറ്റത്, തോറ്റത് BJPയോ കോൺഗ്രസോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അല്ലാതെ പ്രതിഷേധം അത്ര ശക്തമായി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സ്ത്രീകളുടെ ഇടയിലും അത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. അത് ഭാവിയിൽ കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ളത് തീർച്ചയായും അവർക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 2029 അടുത്ത ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകും. ഇത് എൻകാഷ് ചെയ്തിരിക്കും അദ്ദേഹം എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള അതിന്റെ തുടക്കമാണ് സംവാദം. ഈ പറഞ്ഞതുപോലെ ഒരു നാഷണൽ അഡ്രസ് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുകയുണ്ടായി. ഈ ദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ കൊണ്ടുവന്നത് അതിനെ അട്ടിമറിച്ചു, അതെനിക്ക് ദേശത്തോട് പറഞ്ഞേ മതിയാവൂ. അതൊരു പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും കടമയാണ്. അത്രയ്ക്ക് വലിയ ഒരു പ്രശ്നം. അതായത് നമ്മൾ നിസ്സാരമായി കാണരുത്. 50% വരുന്ന വോട്ടർമാര് സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ് ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 30 വർഷം അദ്ദേഹം തന്നെ പറഞ്ഞു, 30 വർഷമായിട്ട് ഇങ്ങനെ തട്ടി സാധനം ഇപ്പൊ നടപ്പിലായതിനെ കോൺഗ്രസ് ഒരു അല്പം താല്പര്യം 50 പേര് കൂടെ പിന്തുണച്ചിരുന്നെങ്കിൽ നടപ്പിലായതിനെ. അപ്പൊ അത് ചെയ്തില്ല എന്നുള്ളതാണ് അതിന്റെ ഭവിഷ്യത്ത്. കോൺഗ്രസ് ഇനി വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് കോൺഗ്രസിന് ഇപ്പോൾ വിഷമിച്ചത് ഒരു പ്രധാന കാരണം. എന്തായാലും വരട്ടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ഇനിയും നടക്കും. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാണാം. നന്ദി.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.